ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് പറയാൻ തുടങ്ങിയ ഒരു വാഹനമാണ് പുതിയ ജനറേഷൻ കിയ സെൽറ്റോസ്. ഇതിൻ്റെ സ്പൈഡ് പിക്സ് നമ്മൾ സൗത്ത് കൊറിയയിൽ കണ്ടിട്ടുണ്ട്, ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. കുറച്ച് കാലമായി ഇപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് തുടങ്ങിയിട്ട്. ആൻഡ് ഇതിൻ്റെ ഡയമെൻഷൻസ്, സൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും നമ്മൾ നേരത്തെ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൊത്തത്തിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഈവൻ ഡിസൈനിലാണെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഏതായാലും ഫൈനലി ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഗ്ലോബൽ ലോഞ്ചും അതുപോലെ ഇന്ത്യൻ ലോഞ്ച് ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഈ വരുന്ന 2025 ഡിസംബർ 10-നാണ് ഈ വാഹനം ഇറങ്ങാൻ പോകുന്നത്. അന്ന് ഗ്ലോബൽ ലോഞ്ചാണ്, പക്ഷേ ആ ഗ്ലോബലിൽ ഇന്ത്യയും ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കും ഈ വാഹനം ഈ വർഷം ഡിസംബർ 10-ന് തന്നെ കാണാൻ പറ്റും. അന്ന് പ്രൈസ് പറയൂ എന്നുള്ളത് ഉറപ്പില്ല, ജസ്റ്റ് മിക്കവാറും കാണിക്കലുണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് വണ്ടി കാണാൻ പറ്റും. വണ്ടി ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ ആകപ്പാടെ മൊത്തം കവേർഡായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇനി ഇൻ കേസ് പ്രൈസ് വരും എന്നുണ്ടെങ്കിൽ അവർ അതിന് മുന്നേ തന്നെ പതുക്കെ വണ്ടി ടീസ് ചെയ്ത് തുടങ്ങും. അതെന്തായാലും ടീസ് ചെയ്യും വണ്ടി ലോഞ്ച് ആവുന്നതിന് മുന്നേ. പക്ഷേ ഫുൾ ഡിസൈൻ കാണിക്കണമെന്നില്ല. പക്ഷേ പ്രൈസ് വരുമെങ്കിൽ ഉറപ്പായിട്ടും അവർ പതുക്കെ ഫുൾ ഡിസൈനൊക്കെ കാണിച്ച് ടീസ് ചെയ്യുമായിരിക്കും. ഹ്യുണ്ടായി പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട്. ഏതായാലും ഡിസൈൻ ആസച്ച് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കവേർഡ് ഇമേജിൽ നമ്മൾ ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഈ ഫ്രണ്ടിലത്തെ ഒരു ഫേസ് എടുക്കുമ്പം നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സെൽറ്റോസിൽ കുറച്ചും കൂടി സ്ലിം ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് വരുന്നത്. അത് അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴേക്കും വണ്ടിയുടെ ഡിസൈൻ മൊത്തത്തിൽ കുറച്ചും കൂടെ ബോക്സി ആയിട്ടുണ്ട്. അതുപോലെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ ആണെങ്കിലും കൈൻഡ് ഓഫ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. പിന്നെ ഗ്രില്ലിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഫോഗ് ലാംപ്സ് നമുക്ക് താഴത്ത് അതിൻ്റെ ഒരു ഹൗസിംഗ് പോലെ വരുന്നുണ്ട്. ആൻഡ് മൊത്തത്തിൽ DRLസിൻ്റെ ഒക്കെ പ്ലേസ്മെൻറ്റ് നോക്കുകയാണെങ്കിലും കുറച്ച് നീളമുള്ള ടൈപ്പ് താഴത്തേക്ക് ഇറങ്ങി വരുന്ന ടൈപ്പിലുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് വിയേർഡായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ വണ്ടി വരുമ്പം ഇത്രയും വിയേർഡായിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും സൗത്ത് കൊറിയൻ ടെസ്റ്റിംഗ് മോഡലും ഇന്ത്യൻ ടെസ്റ്റിംഗ് മോഡലും അലോയ്സിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സെൽറ്റോസിൻ്റെ കൈൻഡ് ഓഫ് ഒരു അഡാപ്റ്റേഷൻ പോലത്തെ വീൽസാണ്. പക്ഷേ ഇതിപ്പോൾ സൗത്ത് കൊറിയൻ മോഡലാണ്. ഇതിനകത്ത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അലോയ്സാണ് അവരിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡോർ ഹാൻഡിൽസിൽ നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ മിറേഴ്സിന് ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ഒരു ഇത്തിരി കോൺസെപ്റ്റലൈസ്ഡ് ആയിട്ടുള്ള മിറേഴ്സ് പോലത്തെ, അതായത് അതിൻ്റെ കവറൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം പ്ലാറ്റ്ഫോമിൽ വ്യത്യാസമുള്ളതായിട്ട് ഇതുവരെ അറിയാൻ സാധിച്ചില്ല എങ്കിലും ഇതിൻ്റെ ബാക്കിലത്തെ ക്വാർട്ടർ ഗ്ലാസ് ആയിക്കോട്ടെ, അതുപോലെ ഡോറിൻ്റെ ഡിസൈൻ, അതിലൊക്കെ കുറച്ച് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അത് ഒരു നല്ല കാര്യമാണ്. പിന്നെ പാനോറാമിക് സൺറൂഫ് നിങ്ങൾ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാം. ഇപ്പം നമുക്ക് മാക്സിമം 18 ഇഞ്ച് അലോയ് വീൽസ് വരെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. സിയർ ഇപ്പോൾ ഇറങ്ങിയത് 19 ഇഞ്ച് അലോയ് വീൽസ് വെച്ചിട്ടാണ്. അത് ആ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റാണ്. ഈ വണ്ടിയിൽ ഇനിയിപ്പം കിയ ഒരു പുതുമയ്ക്ക് വേണ്ടി 19 ഇഞ്ച് അലോയ് വീൽസ് കൊടുക്കുമോ എന്നറിയില്ല. അതൊരിത്തിരി ഓവർക്കില്ലായിരിക്കും. പക്ഷെ എന്നാലും കിയ ആയതുകൊണ്ട് ഫീച്ചേഴ്സ് കൊടുക്കുന്നതിന് കോംപ്രമൈസ് ഇല്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഏതായാലും റിയർ ഡിസൈനാണ് ഇപ്പോൾ കുറച്ചും കൂടെ ക്യാമോഫ്ലാജ് ഉണ്ടെങ്കിലും ഇത്തിരി ഒന്ന് നീങ്ങിയ പോലെ കാണാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ എൻ്റെ റിയർ ഡിസൈൻ ഇതുവരെ അങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ലൈറ്റ്സിൻ്റെ ഒരു ചെറിയ കട്ടൗട്ട് നിങ്ങൾക്ക് കാണാം. അത് കുറച്ച് പോർഷനേ ഉള്ളൂ എങ്കിലും ഇത് ഒരു രീതിയിലായിരുന്നു. അതായത് കുറച്ചും കൂടെ വലിയൊരു ലൈറ്റ്സിൻ്റെ സെറ്റപ്പ് തന്നെയായിരിക്കും ഈ വണ്ടിയിൽ വരുന്നത്. ഇപ്പോൾ സ്ലിം ലൈറ്റ്സിൻ്റെ കാലം കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടെ വലിയ ബൾക്കി ലൈറ്റ്സിലോട്ട് പോയെന്ന് തോന്നുന്നു. ഹ്യുണ്ടായുടെ പുതിയ സാന്റാഫെ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അതിൻ്റെ അകത്ത് നല്ല വലിയ ചങ്കി ലൈറ്റ്സ് ആണ് ഒരു ഫ്രണ്ടിൽ കൊടുത്ത്. ബാക്കിലും കുറച്ച് അബ്സേർഡായിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു. എനിവേ ഇതിനകത്ത് ഇപ്പം ഡിസൈൻ നമുക്ക് മര്യാദയ്ക്ക് മനസ്സിലാവാണ്ടിരിക്കാൻ ബാക്കിൽ ഒരു സാധനം കെട്ടി വലിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. ആ ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു സെയിം ഷേപ്പിൽ തന്നെയായിരിക്കും ബാക്ക് പോകുന്നത്. എന്തായാലും കംപ്ലീറ്റ്ലി LED ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ്. ബാക്ക് നമ്മളിപ്പോൾ സിയറയുടെ ഒക്കെ ഒരു ഡിസൈൻ കണ്ടതുപോലെ കുറച്ചധികം ബോക്സി ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വരുന്നത്. സിയറയുടെ അത്രയും ബോക്സി അല്ല, ബട്ട് സ്റ്റിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സെൽറ്റോസിൽ ഇത്തിരി കർവി ആയിട്ടുള്ള ഡിസൈനാണ്. പക്ഷെ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ തീർച്ചയായും ബോക്സി ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഡിസൈൻ ആസ്പെക്ട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം പഴയ സെൽറ്റോസ് അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന സെൽറ്റോസുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും എന്നുള്ളത്. നമുക്ക് ഒറിജിനലി 2019 സെൽറ്റോസ് ഇന്ത്യയിൽ കിട്ടുന്നത്. അതിനുശേഷം പിന്നെ 2023 അവർ അത്യാവശ്യം നല്ലൊരു ഫേസ് ലിഫ്റ്റ് വണ്ടിക്ക് കൊടുത്തായിരുന്നു. അതിൻ്റെ അകത്ത് ഫ്രണ്ട് ഡിസൈനിൽ അത്യാവശ്യം ചെറിയ ചേഞ്ചസ് വരുത്തി. ബാക്കിലത്തെ ഡിസൈനിൽ കുറച്ച് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരുന്നു. ടെയിൽ ലാംപ്സ് കുറച്ച് താഴത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ അത്യാവശ്യം വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അവർ ആ വാഹനം ഇറക്കിയത്. അതിനകത്ത് ഇൻറ്റീരിയറിൽ മേജർ ഓവർഹോൾ ഉണ്ടായിരുന്നു. ഫീച്ചേഴ്സ് മാറി, അതുപോലെ സ്ക്രീനെല്ലാം അറ്റാച്ച്ഡ് ആയി, കുറച്ച് പുതിയ സാധനങ്ങൾ വന്നു. ഇൻറ്റീരിയർ ഡാഷ്ബോർഡ് ലേഔട്ടിലും കുറേയൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് പുതിയ ഫേസ് ലിഫ്റ്റ് ഇറക്കിയത്. ഈ വണ്ടിയിൽ ഇൻറ്റീരിയർ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും തീർച്ചയായും കംപ്ലീറ്റ്ലി ഒരു പുതിയ ഡിസൈൻ തന്നെയായിരിക്കും എന്ന് പറയാം. കിയയുടെ ലേറ്റസ്റ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ കാണുന്ന പോലത്തെ ഡിസൈൻ ആയിരിക്കും എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് തെറ്റൊന്നും ഉണ്ടാവില്ല. ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. അതിപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സംഭവമാണല്ലോ. സത്യം പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അഗെയിൻ നമ്മളിതുവരെ കിയയുടെ വണ്ടികളൊന്നും അങ്ങനെ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ പ്രതീക്ഷയില്ല.
ഇനി ഇതിനകത്ത് മറ്റൊരു പുതുമ വരാൻ പോകുന്ന പവർ ടൺ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലാണ്. ആക്ച്വലി ഓപ്ഷൻസ് എന്ന് പറയുമ്പം ഒരുപാട് പുതിയ ഓപ്ഷൻസ് വരുന്നൊന്നുമില്ല. നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് കിട്ടുന്ന 1.5 NA പെട്രോൾ ഉണ്ടാവും, 1.5 ടർബോ പെട്രോൾ ഉണ്ടാവും, അതുപോലെ തന്നെ 1.5 ടർബോ ഡീസൽ ഉണ്ടാവും. അതിൽ വ്യത്യാസമില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന ഒരു പുതിയ അഡീഷൻ 1.5 എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് പവർ ടൺ ആണ്. അതിപ്പം പൊതുവേ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഹൈറൈഡിലും ഗ്രാൻഡ് വിറ്റാരിലുമാണ് ഹൈബ്രിഡ് പവർ ടൺ കാണാൻ പറ്റുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അവസാനം അവിടെ അല്ല. കാരണം ഒരുപാട് കമ്പനികൾ ഇപ്പോൾ ഹൈബ്രിഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹ്യുണ്ടായി ഹൈബ്രിഡിൽ വർക്ക് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ക്രെറ്റ ഹൈബ്രിഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫോക്സ്വാഗൻ ഗ്രൂപ്പ് ഹൈബ്രിഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത വർഷം വരാനുള്ള നമ്മുടെ നിസാൻ്റെ ടെക്ടോണും റെനോയുടെ പുതിയ ഡസ്റ്ററും ഇതിനകത്തൊക്കെ ഹൈബ്രിഡ് വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് വണ്ടി ഇനീഷ്യലി ലോഞ്ച് ചെയ്യുമ്പോൾ ഹൈബ്രിഡ് വരില്ല. അവർ കുറച്ച് ലേറ്റർ സ്റ്റേജിലാണ് ഹൈബ്രിഡ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എനിവേ ഈ കമ്പനികളെല്ലാം ഹൈബ്രിഡ് വാഹനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചത്. കാരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽസ് പതുക്കെ ലോ ആയി വരികയാണ്. അതിൻ്റെ ആൾക്കാർ കൂടുതലും ഇപ്പോൾ ഹൈബ്രിഡാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പം ഈ ഒരു ഹൈബ്രിഡിൽ ഫോക്കസ് വന്നിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ മഹീന്ദ്രയും ആക്ച്വലി ഹൈബ്രിഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ടാറ്റയും ഇപ്പോൾ സിയറയുടെ ഈ ഒരു പുതിയ ആർഗോസ് പ്ലാറ്റ്ഫോമിൽ ഹൈബ്രിഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ അതിലൊരു കൺഫർമേഷനായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാനുള്ളൊരു ഇതായിട്ടില്ല. പക്ഷേ മഹീന്ദ്ര എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഹൈബ്രിഡിൻ്റെ കേസ്. ഈ വണ്ടിയിൽ നമുക്കിപ്പം ടർബോ പെട്രോളിൻ്റെ ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുമ്പം ഹൈബ്രിഡ് കുറച്ച് പവർ കുറവാണെങ്കിലും നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. കാരണം പവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടർബോ പെട്രോൾ ചൂസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഒരു ഓപ്ഷൻ അവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സുസുക്കിയുടെയും ടൊയോട്ടയുടെയും കേസിൽ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങളിപ്പോൾ ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് ഹൈബ്രിഡാണ്. അതായത് മൈലേജ് വേണം, പിന്നെ 1.5 NA അത്രയും അണ്ടർ പവർഡ് ആയിരിക്കരുത് എന്നൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഹൈബ്രിഡ് എന്തായാലും ടർബോ പെട്രോളിൻ്റെ അത്രയും പവർ ജനറേറ്റ് ചെയ്യാൻ പോകുന്നില്ല. എഫിഷ്യൻസി ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. 1.5 4 സിലിണ്ടർ എഞ്ചിനിൽ ബേസ് ചെയ്താണ് വരുന്നതെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം റിഫൈൻമെൻറ്റും ഉണ്ടാകും. കാരണം നമുക്ക് ഗ്രാൻഡിലും ഹൈറൈഡിലും കിട്ടുന്ന 3 സിലിണ്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഹൈബ്രിഡാണ്. അതിന് കുറച്ച് വൈബ്രേഷൻ കൂടുതലാണ് എഞ്ചിൻ നമ്മൾ ഐഡിലൊക്കെ ഓൺ ആവുന്ന സമയത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ. പക്ഷേ ഏതായാലും ഇതിനകത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഈ അടുത്തിറങ്ങിയ സിയറയുടെ ഒരു കോമ്പറ്റീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസിങ് 9.5 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടി കാണുമ്പം നമുക്ക് നല്ല വലുപ്പം തോന്നുകയും ചെയ്യും. കാരണം ഹൈറ്റ് കൂടുതലാണ്, വിഡ്ത്ത് കൂടുതലാണ്, എല്ലാം കൂടുതലാണ്. പക്ഷേ ലെങ്ത്ത് 4330 mm അവിടെയും വരുന്നുള്ളൂ. അതത്ര കൂടുതലല്ല. കാരണം ഈ സെഗ്മെൻറ്റിൽ നോർമലി വരുന്ന വാഹനങ്ങളുടെ ഒരു ലെങ്ത്ത് ഏകദേശം അത്രയാണ്. ഇനിയിപ്പം ഈ ഒരു പുതിയ ജനറേഷൻ സെൽട്ടോസും കൂടെ വരുമ്പോഴേക്കും ഒരു പക്ക കോമ്പറ്റീഷൻ ആവാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. ഈ വണ്ടിയും നമുക്കിപ്പോൾ ഈ ഡിസംബറിലാണ് അവർ കാണിക്കാൻ പോകുന്നതെങ്കിലും മിക്കവാറും സെയിലൊക്കെ തുടങ്ങുമ്പോഴേക്കും ജാനുവരി ആവുമായിരിക്കും. അങ്ങനെയാണ് പൊതുവെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണുന്നത്. ഇപ്പോൾ സിയറ ആണെങ്കിലും കാണിച്ചിട്ട് ജാനുവരിയിലാണ് അതിൻ്റെ ഡെലിവറി അവർ കൊടുത്തു തുടങ്ങാൻ പോകുന്നത്. ഈവൻ മഹീന്ദ്രയുടെ XEV 9S ആണെങ്കിൽ പോലും അതിൻ്റെ ബുക്കിംഗ് വരെ ജാനുവരി 14 തുടങ്ങുള്ളൂ ഒഫീഷ്യലായിട്ടുള്ളത്. ഡെലിവറി പക്ഷേ ജാനുവരി 23 മുതലൊക്കെ കൊടുത്തു തുടങ്ങും. സോ അങ്ങനെയാണ് ഇപ്പോഴത്തെ വണ്ടികളുടെ ഒരു ലോഞ്ചിൻ്റെ അവസ്ഥ. ജസ്റ്റ് വർഷം തീരുന്നതിന് മുന്നേ അവർ കാണിക്കുന്നു, അടുത്ത വർഷം സ്റ്റാർട്ടിങ് ആകുമ്പോഴേക്കും ഡെലിവറി കൊടുക്കുന്നു. അതാണ്. എന്തായാലും പുതിയ സെൽട്ടോസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചാനൽ ചെക്കൗട്ട് ചെയ്യാൻ തീർച്ചയായും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.